ഇത് ഹെൽമെറ്റ് ഉണ്ടായിട്ട് എന്താണ് ഹെൽമെറ്റ് വെക്കാത്ത എന്താ? ഞാൻ അപ്പുറത്ത് ചായ കുടിക്കാൻ അത് കഴിഞ്ഞാൽ പിന്നെ തല വെക്കൂലേ? അപ്പൊ അതിന്റെ ഫൈൻ ഉണ്ട്. ഞാൻ വണ്ടിയുടെ നമ്പർ നോക്കിക്കോട്ടെ. വണ്ടിയുടെ ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട്, അതിനും ഫൈനുണ്ട്. ഈ 2 ഫൈൻ അടയ്ക്കേണ്ടി വരും. ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ദുബായിൽ വർക്ക് ചെയ്യുക. ഹോർമൂസിന്റെ പ്രശ്നം കാരണം ഞാൻ കയറിയതാണ്. കയ്യിൽ പൈസ ഇല്ല, അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ കുറ്റം ചെയ്തിട്ടല്ലേ. ഞാൻ ഡിപ്ലോമ ഒക്കെ പഠിച്ചതാണ്. ഡിപ്ലോമ പഠിച്ചത് എന്താണ് പഠിച്ചത്? എന്ത് ഡിപ്ലോമ പഠിച്ചത്? മെക്കാനിക്കൽ ഡിപ്ലോമ പഠിച്ചത്. അതിപ്പോൾ ഒരു നല്ല ചാൻസ് ഉണ്ടായിരുന്നു, അത് വല്ലതും അറിയാമായിരുന്നു? ഇല്ല സാറേ, ഞാൻ ഇതിനെക്കുറിച്ച് സാറിന്റെ യൂണിഫോം ഒക്കെ ഇടാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അതെന്ത് പഠിച്ചാലും ഇടാൻ പറ്റുന്ന അറിയോ? ഞാൻ അതിനെക്കുറിച്ച് കുറെ നടന്നിട്ടുണ്ടായിരുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും പാസ്സായിട്ടുള്ളവർക്ക് എഴുതാൻ പറ്റും. പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അതാണ് ഞാൻ പിന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തത്. പേടിക്കേണ്ട, അതിന് മാർഗ്ഗമുണ്ട്. ഇപ്പം PSC നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. 26/2026 PSC നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ പ്രകാരം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ ആവാൻ വേണ്ടി നിങ്ങൾക്ക് പരീക്ഷ എഴുതുക. എക്സ്പീരിയൻസ് നേരത്തെ കാണാൻ 1 ഇയർ എക്സ്പീരിയൻസ് കാണാൻ. അത് മാത്രമല്ല വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് വേണം. ഏതൊക്കെ ലൈസൻസ് വേണം? മോട്ടോർ സൈക്കിള്, ഗുഡ്സിൻ്റെത്, പാസഞ്ചറിൻ്റെ, ഹെവി ഗുഡ്സ്, ഹെവി പാസഞ്ചർ, വാഹനങ്ങൾ ഓടിക്കാൻ പരിചയമുള്ള ലൈസൻസുകൾ വേണം. അപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട് അല്ലേ? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് വരാൻ പറ്റും. പക്ഷേ വേറെ കുഴപ്പമുണ്ട്. PSCയിൽ എപ്പോഴെങ്കിലും ID ക്രിയേറ്റ് ചെയ്ത് എൻറോൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ എൻറോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് എന്നാ? ഈ ജൂലൈ 1-ാം തീയതി. വളരെ തുച്ഛമായ ദിവസം. ഈ ദിവസങ്ങളിൽ ഇത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ താങ്കൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ റാങ്ക് ലിസ്റ്റിൽ വരാം. അപ്പോൾ അതിന് താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് PSCയുടെ ഈ നോട്ടിഫിക്കേഷൻ നോക്കി. ഇപ്പോൾ 1 ടൈം ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ PSCയുടെ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡോക്യുമെൻ്റ് എല്ലാം ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യുക. അതിനുശേഷം സൈറ്റിൽ കയറിയിട്ട് ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ജൂലൈ 1-ാം തീയതി മുമ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നാളെ കഴിയിൽ ആൾക്കാരെ പിടിച്ചെടുത്ത് വേറെ ഫൈൻ അടയ്ക്കും. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഹെൽമെറ്റിൻ്റെ, ഇൻഷുറൻസിൻ്റെ ഫൈൻ അടയ്ക്കേണ്ടി വരും. ജീവിതം വളരെ കഷ്ടപ്പാടാണെന്ന് അറിയാം. പക്ഷേ കഷ്ടപ്പാടുള്ളത് നമ്മളിതൊക്കെ ശ്രദ്ധിച്ച് വേണം. ചായ കുടിച്ച ഉടനെ ഹെൽമെറ്റ് വെച്ചിരുന്ന പ്രശ്നം വരുമല്ലോ. എന്താണ് ഇൻഷുറൻസ് സമയത്ത് അടയ്ക്കാൻ? ഞാൻ അത് ഞാൻ പറഞ്ഞല്ലോ സാറേ, കേൾക്കുന്നത് അവിടുന്ന് പറഞ്ഞു വിട്ടതായിരുന്നു. പറഞ്ഞു വിട്ടതാണ് യൂസഫിൻ്റെ പ്രശ്നം. പക്ഷെ പെട്ടെന്ന് വേറൊരു ജോലി ആവട്ടെ. ഇതെന്തായാലും അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക? ഞാൻ ഉറപ്പായിട്ട് പുസ്തകങ്ങൾ നമ്മുടെ നിങ്ങൾ എസ്പെഷ്യലി മെക്കാനിക്കലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓട്ടോമൊബൈലായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ടെക്സ്റ്റുകൾ, കൂടുതൽ ചോദ്യങ്ങൾ അതിൽ നിന്നാണ്. അപ്പം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും കൂടുതൽ ബേസ് ചെയ്യുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റുകൾ വാങ്ങി അത് റെഫർ ചെയ്ത് പഠിക്കും. പിന്നെ ബാക്കിൽ കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കോച്ചിങ്ങിലൂടെ ക്ലാസ്സിൽ പറ്റുമെങ്കിൽ പോവുക. അത് നന്നായിട്ട് പാസ് ചെയ്ത് എൻ്റെ ഒരു സഹപ്രവർത്തകനായിട്ട് വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാർ, സന്തോഷമായി. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നത് എന്ത് ചെയ്യണം? ഫൈൻ അടയ്ക്കണം. ഓക്കെ, അപ്പോൾ വേഗം പോവുക. ഇത് അപ്ലൈ ചെയ്യാം.